ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അന്ന് MCU റിപ്പയർ ചെയ്തില്ലേ, ആ റിപ്പയർ ചെയ്ത വണ്ടിൻ്റെ ഈ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പോയിട്ടുണ്ട്. വീല് കണ്ടില്ലേ, നല്ല ഷെയ്ക്കാണ്, കണ്ടില്ലേ, നല്ല ഷെയ്ക്കാണ്. ഇത് ഓടുമ്പോൾ വളരെ വലിയ ഷെയ്ക്കായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബെയറിങ് നമുക്കൊന്ന് സ്വന്തമായിട്ട് മാറ്റാൻ കമ്പനിയിലൊന്നും പോകാതെ മാറ്റാൻ കഴിയുമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനും മുമ്പൊന്നും അയച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് അയക്കുകയാണ്. അപ്പോൾ ഞാൻ ആ അയക്കണത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാണ്. അപ്പോൾ നമ്മളൊന്ന് അയച്ചു നോക്കല്ലേ. ഒത്തിരി നല്ല ഷെയ്ക്കാ കണ്ടില്ലേ. അപ്പോൾ അത് മാറ്റാനുള്ള പരിപാടി കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ചില ആൾക്കാർക്ക് ചില അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചില്ല എന്ന്. അപ്പോൾ ഇതേതായാലും ഫുള്ളായിട്ട് കാണിക്കണ്ടേ, ഇതായിട്ടല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തുടർന്നുള്ള എല്ലാ വീഡിയോയിലും ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീൽ അയക്കണമെങ്കിൽ അതിനുള്ള സ്പാനർ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിനുള്ള സ്പാനർ. ഇത് നമുക്കൊരു പുതിയ വണ്ടി വാങ്ങുന്ന നേരത്ത് കമ്പനി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതാ ആദ്യം തന്നെ ഇതിൽ കൊടുക്കുക, എന്നിട്ട് ഇത് തിരിച്ചയക്കുക കേട്ടോ. ഞാൻ അയക്കണത് പിന്നെ ഇപ്പോൾ വേറെ ഒന്നും കാണാണ്ടാവില്ലല്ലോ. ഓക്കെ, അത് നമ്മളെ വീല് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീൽ അയച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ 4 സ്ക്രൂ നല്ല സുഖമായിട്ട് പോകുന്നു. പക്ഷേ 5ാമത്തെ സ്ക്രൂ അയക്കാൻ നേരത്ത് ഭയങ്കര ടൈറ്റ് ബുദ്ധിമുട്ടായി. അങ്ങനെ നമ്മളെ എലാങ്കി പൊട്ടി കുറച്ച് ബുദ്ധിമുട്ടായി. അങ്ങനെ അവസാനം ഒരു സുഹൃത്ത് മുഖേന അറിഞ്ഞു ഇതുപോലുള്ളൊരു ബോക്സ് എലാങ്കി ഉണ്ട്, അപ്പോൾ അത് വാങ്ങിച്ചാൽ മതിയെന്ന്. അപ്പോൾ അയാളുടെ കുറച്ച് എളുപ്പമുണ്ടായി. ഏതായാലും അങ്ങനെ ആ സാധനം വാങ്ങിച്ച് ഏതായാലും അത് അയച്ച് പിന്നെ നമുക്ക് ആ ബ്രേക്ക് സംബന്ധമായി ബ്രേക്കിൻ്റെ ആ ഭാഗം അയച്ചിട്ട് ബാക്കിയുള്ള നമുക്ക് മാറ്റി തുടങ്ങാം. മാത്രമല്ല 2 ബെയറിങ്ങും വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ബെയറിങ് വാങ്ങി വെച്ചു. ഈ 2 ബെയറിങ്ങിന് കൂടി നമുക്കിപ്പോൾ 300 രൂപയായി കേട്ടോ. ഈ സാധനത്തിന് നല്ല വില കേട്ടോ. ഇത് 140 റുപ്യ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അയക്കേണ്ടത് ഇതാ ഈ കാണുന്ന ഈ ഒരു സ്ക്രൂ, പിന്നെ ഇതാ കാണുന്ന ഈ ഒരു സ്ക്രൂ, ഈ 2 സ്ക്രൂ അയക്കണം കേട്ടോ. അപ്പോൾ അയക്കണത് കാണിക്കില്ല, അത് 2 സ്പാനർ വെച്ച് അയക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്, ലൂസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അയക്കണം. അപ്പോൾ ഇത് അയക്കാൻ പറ്റിയ സ്പാനറിൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ നമ്മളെ അയൽവാസിനൊന്ന് പോയി കണ്ടു. അപ്പോൾ അയൽവാസിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് അയൽവാസിൻ്റെ അടുത്ത് വായ്പയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ അയക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബോൾട്ട് അയച്ചെടുത്തു. ഇനി നമ്മളിത് ഇങ്ങോട്ട് ഊരിയെടുക്കാം കേട്ടോ. ബോൾട്ട് കേട്ടോ, നമ്മളിത് ഊരിയെടുക്കാം. അത് ഊരിപ്പോകുന്നു കേട്ടോ. അപ്പോൾ അതായത് ഊരി പോന്നിട്ടുണ്ട്. പക്ഷേ ഈ ബെയറിങ്ങിൽ വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തെ ബെയറിങ് കണ്ടില്ലേ, ഇതാകെ കാണുന്നുണ്ടാകണ്ട, നല്ല